രാജ്യത്ത് ബുൾഡോസർ രാജിന് തടയിട്ട സുപ്രീം കോടതി പുറത്തിറക്കിയ ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഹിമാചലിലും പള്ളി പൊളിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി. തലസ്ഥാനമായ ഷിംലയിലെ കസുംതിയിൽ സ്ഥിതി ചെയ്യുന്ന പള്ളി പൊളിക്കണമെന്ന ആവശ്യവുമായാണ് നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. പള്ളി നിർമ്മാണം അനധികൃതമാണെന്നാരോപിച്ചാണ് ഇവരുടെ നീക്കം. ഈ ആവശ്യം ഉന്നയിച്ച് കൗൺസിലർ രഞ്ജന ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സംഘം പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ അമിത് കശ്യപ്പും SP സഞ്ജീവ് കുമാർ ഗാന്ധി, ഷിംല മുനിസിപ്പൽ കമ്മീഷണർ ഭൂപീന്ദർ ആത്രി എന്നിവർക്ക് നിവേദനം നൽകി. കസുംതിയിൽ ഒരു പ്രത്യേക സമുദായം നിർമ്മിച്ച കെട്ടിടം മുനിസിപ്പൽ കോർപ്പറേഷൻ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചിരുന്നു. ഒരിക്കലും ഒരു പള്ളിയോ മതപരമായ സ്ഥലമോ ആയിരുന്നില്ല അത്. ഇപ്പോൾ അവിടെ ആ സമുദായത്തിലെ അംഗങ്ങൾ ഒത്തുകൂടുന്നു. ഈ കെട്ടിടം പൊളിക്കാൻ കഴിഞ്ഞ വർഷം മുനിസിപ്പൽ കമ്മീഷണർ ഉത്തരവിറക്കിയിരുന്നെങ്കിലും ഇതുവരെ അത് ചെയ്തിട്ടില്ല എന്നാണ് രഞ്ജന ശർമ്മ ആരോപിച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സഞ്ചൌലി പ്രദേശത്തെ പള്ളിയുടെ ഒരു ഭാഗം പൊളിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിച്ചവരും പോലീസും തമ്മിലുണ്ടായ സംഘർഷത്തിൽ 10 പേർക്ക് പരിക്കേറ്റിരുന്നു. വെള്ളിയാഴ്ച മാണ്ഡി പട്ടണത്തിലെ ഒരു മുസ്ലിം പള്ളിയുടെ കയ്യേറ്റം പൊളിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ചവർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. രാജ്യത്ത് ബുൾഡോസർ രാജ് നടപ്പാക്കുന്നത് ഇന്ന് സുപ്രീം കോടതി തടഞ്ഞിരുന്നു. സുപ്രീം കോടതിയുടെ അനുമതിയില്ലാതെ ബുൾഡോസർ രാജ് നടപ്പാക്കരുതെന്നാണ് നിർദ്ദേശം. ജസ്റ്റിസുമാരായ BR ഗവായ്, AV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റേതാണ് ഉത്തരവ്. കോടതിയുടെ അനുമതിയില്ലാതെ കെട്ടിടങ്ങൾ പൊളിക്കരുതെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. കൂടാതെ ഒക്ടോബർ 1 വരെ ഇത്തരം നടപടികൾ നിർത്തിവെക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കുറ്റാരോപിതരായ വ്യക്തികളുടെ കെട്ടിടങ്ങൾ ശിക്ഷാ നടപടിയായി ചില സംസ്ഥാന സർക്കാരുകൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കുന്നതിനെതിരെ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി. ഉത്തർപ്രദേശും ഡൽഹിയും അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ വീടുകളും വസ്തുക്കളും അനധികൃത കയ്യേറ്റം ആരോപിച്ച് പള്ളികളും മദ്രസകളും സംസ്ഥാന സർക്കാരുകളും പോലീസും ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തത് വിവാദമായിരുന്നു. അതേസമയം ബുൾഡോസർ രാജിനെതിരെ മുൻപും സുപ്രീം കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഏതെങ്കിലും കേസിൽ പ്രതിയായതുകൊണ്ട് മാത്രം കുറ്റാരോപിതരുടെ കെട്ടിടം പൊളിക്കാൻ പാടില്ലെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. അതേസമയം പൊതു റോഡുകൾ, റെയിൽവേ ലൈനുകൾ, നടപ്പാതകൾ, ജലാശയങ്ങൾ എന്നീ കയ്യേറ്റങ്ങൾക്ക് ഉത്തരവ് ബാധകമല്ല. അതേസമയം ബുൾഡോസർ രാജിനെതിരായ ഹർജികൾ ഒക്ടോബർ 1 വീണ്ടും പരിഗണിക്കും.